ഒരു ദൈവമുണ്ട്. ഇതിനൊക്കെ ഒരു വിലയുണ്ട്. നമ്മൾ പറയും നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്നൊരു വിലയില്ല, ആരാധനയ്ക്ക് വിലയില്ല. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഇതിനൊക്കെ എന്ത് വിലയുള്ളത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വിലയിടുന്നൊരു ദൈവമുണ്ട്, അതിന് വില കൽപ്പിക്കുന്നൊരു ദൈവമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിന് തെളിവ് ഇഷ്ടം പോലെയാണ്. ഒന്നാമത്തെ ഒരു തെളിവ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ദൈവവചനം 1 സാമുവേലിൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായമാണ്. അവിടെ ഒരു വ്യക്തിയെയാണ് ദൈവവചനം പരിചയപ്പെടുത്തുന്നത്. ആ വ്യക്തിയുടെ പേരാണ് ഏൽക്കാന എന്നൊരാൾ. ആ വ്യക്തിക്ക് ആ കാലഘട്ടത്തിൽ 2 ഭാര്യമാർ ഉണ്ടായിരുന്നുവെന്ന് 2-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഏൽക്കാനായ്ക്ക് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു, ഹന്നായും പെനീനായും. അവർ തമ്മിൽ സന്തോഷത്തോടെയൊക്കെ പോകുന്നൊരു സാഹചര്യം ആയിരുന്നെങ്കിലും അവിടെ ചെറിയ അസ്വസ്ഥതകളും അകൽച്ചകളും ഉണ്ടായി. അതിനൊരു കാരണമുണ്ട്, എഴുതിയിട്ടുണ്ട്. കാരണം ഹന്നായ്ക്ക് മക്കളില്ലായിരുന്നു. ആ കാരണത്താൽ ആ വ്യക്തിക്ക് പല സങ്കടങ്ങളും പല ദുരനുഭവങ്ങളും കുത്തുവാക്കുകളും എല്ലാം ആ സാഹചര്യത്തിൽ ആ വീടിൻ്റെ അന്തരീക്ഷത്തിൽ അനുഭവിക്കേണ്ടതായി വന്നു. ആ കാര്യം എഴുതിയിട്ടുണ്ട്. 5-ാമത്തെ വാക്യം എല്ലാം എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നുവെങ്കിലും അവൾക്കൊരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ. എന്തെന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു. വന്ധ്യത നിമിത്തം അവളുടെ സ്വപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു. ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള ചില സാഹചര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ഒരാൾക്ക് വിഷമം വന്നാൽ നമ്മളെടുക്കുന്ന അതേ രീതിയിൽ കൂടെ തന്നെയാണ് ഹന്നായും അത് കൈകാര്യം ചെയ്തത്. കരയും, ഭക്ഷണം കഴിക്കാതിരിക്കും, വിഷമിച്ചിരിക്കും, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വീടിൻ്റെ അകത്ത് കയറി മുറി അടച്ചൊക്കെ ഇരിക്കുന്ന ഒരു അന്തരീക്ഷം. പക്ഷേ ഇതിലൊരിക്കൽ ഈ വ്യക്തി ഈ വിഷമമെല്ലാം സഹിച്ച് മടുത്ത് ആകെ ധർമ്മസങ്കടത്തിലായൊരു സമയത്ത് ഒരു ദിവസം അവൾ എന്തു ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് 10-ാമത്തെ വാക്യം. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളുടെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും കണ്ണുനീരിനും വിലയിടുന്ന ഒരു ദൈവമുണ്ട്. അതിനൊക്കെ വില കൽപ്പിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണോ, ആരാധിക്കുന്ന ഒരാളാണോ, ദൈവസന്നിധിയിൽ ചില കാര്യങ്ങളെ ഓർത്ത് കരയുന്ന ഒരാളാണോ, മനുഷ്യൻ്റെ മുമ്പിൽ അതിന് വലിയ വില കൽപ്പിച്ചില്ലെങ്കിലും ദൈവസന്നിധിയിൽ ദൈവം അതിന് വില കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം അതിന് വിലയിടും. അതിന് തത്തുല്യമായ അനുഗ്രഹത്തെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. വ്യക്തമാക്കി തരികയാണ്. അവൾ എന്തു ചെയ്തു? അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നെഴുതിയിട്ടുണ്ട്. ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതൊരു പ്രത്യേക ബൈബിളിലൊരു വാക്കുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് യഹോവ സമീപസ്ഥനാണ്. അതായത് അത് ഹൃദയം നുറുങ്ങിയവർ. ഇപ്പം നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല ആ വ്യക്തിയുടെ ഹൃദയം നുറുങ്ങിയതാണോ. നമുക്ക് അയാളുടെ കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, അയാൾ ഉറക്കെ പ്രാർത്ഥിക്കും, ഇതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഹൃദയം നുറുങ്ങിയ അവസ്ഥ നമുക്കറിയാൻ പറ്റുമോ? പക്ഷെ ദൈവം പറയാണ് ഹൃദയം നുറുങ്ങിയവർക്ക്. ചിലപ്പോൾ അവരെല്ലാവരെയും കാണുമ്പോൾ ചിരിക്കും, സാധാരണ പോലെ വർത്തമാനമൊക്കെ പറയും, നമ്മുടെ കൂടെ ചിലപ്പോൾ സന്തോഷിക്കാനും ഒക്കെ കൂടും. പുറമേ അതൊന്നും അവർ കാണിക്കത്തില്ല, ഒട്ടും പുറമേ കാണിക്കില്ല. നമുക്കൊരിക്കലും പിടികിട്ടത്തില്ല ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിഷമമുണ്ടോയെന്ന്. പക്ഷെ ബൈബിളിലെ വചനം പറയാണ് ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം 10 കിലോമീറ്റർ ദൂരെയാണെന്നല്ല, 100 മീറ്റർ അപ്പുറത്താണെന്നല്ല, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. നമ്മളുടെ കണ്ണുനീരിനും ഹൃദയത്തിൻ്റെ നുറുക്കത്തിനും എല്ലാം വിലയിടുന്നൊരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട കുടുംബമേ, നിയോഗത്തോടെയാണല്ലോ നിങ്ങൾ പങ്കെടുക്കുന്നത്. നിങ്ങൾക്ക് കാണും നിങ്ങൾ എഴുതിയിട്ട നിയോഗത്തിൻ്റെ മേൽ ഒരാരാധനയും പ്രാർത്ഥനയും കണ്ണുനീരും ഒക്കെ. അത് ഒരു വിഷയത്തിൽ ഒത്തിരി സങ്കടപ്പെടുന്ന ഒരാളായിരിക്കും നിങ്ങൾ. നിങ്ങളുടെ സങ്കടം ചിലപ്പോൾ അകത്ത് ആകെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. നമുക്കിതുപോലൊന്ന് ചെയ്യാം. ഹൃദയം നൊന്ത്
ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കണം. ഹൃദയം നൊന്ത്, ഹൃദയം നുറുങ്ങി ദൈവമേ എന്ന് വിളിക്കണം. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. അവൻ്റെ യോഗ്യത നോക്കാതെ, സഭാവ്യത്യാസം കൂടാതെ ദൈവം അവൻ്റെ മേലെ ഇറങ്ങി വരും. നിങ്ങൾ ആരുമാകട്ടെ, ഏത് സഭയിൽപ്പെട്ട ഒരാളുമാകട്ടെ, വിശ്വാസിയാകട്ടെ, നിങ്ങളൊരു അക്രൈസ്തവ വ്യക്തിയാകട്ടെ, നിങ്ങൾ ആരുമാകട്ടെ, ഹൃദയം നുറുങ്ങിയ ഒരാളാണോ, ദൈവം നിങ്ങൾക്ക് സമീപസ്ഥനാണ്. ദൈവം നിങ്ങൾക്ക് സമീപസ്ഥനാണ്. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. അവൾ പ്രാർത്ഥിച്ചു. എന്നിട്ട് അവളൊരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങനെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. ഒരു നേർച്ച നേരുകയാണ്, ഒരു നിയോഗം സമർപ്പിക്കുക. നമ്മളും ഈ ഒരു ശുശ്രൂഷയ്ക്ക് കയറിയപ്പം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കേട്ടതാണല്ലോ, ഒരു നിയോഗം നിയോഗത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ടെന്ന് ബൈബിൾ തെളിയിക്കുന്ന ഭാഗമാണിത്. അവളൊരു നേർച്ച നേർന്നു, ഒരു നിയോഗം സമർപ്പിച്ചു. ഒരു പുത്രനെ നൽകുകയാണെങ്കിൽ, ദൈവം എനിക്ക് തരികയാണെങ്കിൽ എന്ന് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. 12-ാമത്തെ വാക്യം. ഇവളുടെ പ്രാർത്ഥന അവിടെയുള്ള ചിലർ ശ്രദ്ധിച്ചു. ഹന്ന ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ ഏലി എന്ന പുരോഹിതൻ ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഒരാൾ ഇങ്ങനെ ഹൃദയം നുറുങ്ങി സ്ഥലകാല ബോധമൊന്നുമില്ലാതെ ആ സങ്കടത്തിൻ്റെ ആധിക്യത്തിൽ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരാൾ ശ്രദ്ധിക്കുന്നുള്ള കാര്യം പോലും ഈ വ്യക്തി മറന്ന് ആ സമയത്ത് ആ സ്ഥലത്തെ ഏലി പുരോഹിതൻ ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു, അധരം ചലിച്ചുകൊണ്ടുമിരുന്നു, ശബ്ദം പുറത്തു വന്നില്ല. അതിനാൽ ഈ പുരോഹിതന് തോന്നി ഈ വ്യക്തി മദ്യപിച്ചിട്ട് ഏതോ ലഹരിയിൽ കിടന്ന് മത്തുപിടിച്ചിട്ട് ലഹരിയിൽ ആയിട്ട് എന്തൊക്കെയോ പുലമ്പുകയാണ്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് എന്നാണ് സ്ഥലത്തെ പുരോഹിതൻ വിചാരിച്ചത്. കാരണം ഈ വ്യക്തി ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചപ്പോൾ ശബ്ദം കേട്ടിരുന്നില്ല, ഒച്ച വന്നിരുന്നില്ല, ഇങ്ങനെ അധരം ചലിച്ചിരുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക മോഡലിലാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ആ പുരോഹിതൻ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഏലി അവളോട് പറഞ്ഞു, എത്ര നേരം നീ ഇങ്ങനെ ഉന്മത്തയായിരിക്കും, ഇങ്ങനെ കള്ള് കുടിച്ച പോലെ ഇങ്ങനെ എത്ര നേരം ഇങ്ങനെ ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു. നിന്റെ ലഹരി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു, ഇത് നിർത്താൻ പറഞ്ഞു. അപ്പോൾ ഹന്ന പ്രതിവദിച്ചു, എൻ്റെ ഗുരോ, അങ്ങനെയൊന്നും അല്ല, ഞാൻ മദ്യപിച്ചിട്ട് ലഹരിയിൽ മത്തുപിടിച്ച് ആടുകയോ പാടുകയോ ചെയ്തതൊന്നുമല്ല, അങ്ങ് വിചാരിക്കുന്ന പോലല്ല, അങ്ങ് തെറ്റിദ്ധരിച്ചതാണ് എന്നെ. ഞാൻ വളരെയേറെ മനോവ്യത അനുഭവിക്കുന്ന ഒരാളാണ്, ഞാൻ ഒത്തിരി സങ്കടം അനുഭവിക്കുന്ന ഒരാളാണെന്ന് ആ പുരോഹിതനോട് ആ വ്യക്തി പറഞ്ഞു. ഞാൻ ഒത്തിരി സങ്കടം അനുഭവിക്കുന്ന ഒരാളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും സങ്കടം അനുഭവിക്കുന്ന ഒരാളാണോ? മനോവ്യത അനുഭവിക്കുന്ന ഒരാളാണോ? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം വിലയിടുന്നു. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയെ ഗൗരവമായി എടുക്കുന്നു. ദൈവം നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരുന്നു. അടുത്ത വാക്യം. ആ വ്യക്തി പറഞ്ഞു, ഞാൻ ഒത്തിരി മനോവ്യത അനുഭവിക്കുന്നു, ഞാൻ ഒത്തിരി തകർന്നവളാണ്, പരാജയപ്പെട്ടവളാണ്, ഞാൻ ഒത്തിരി സങ്കടം അനുഭവിക്കുന്നുണ്ട്. അല്ലാതെ അങ്ങ് വിചാരിച്ചതുപോലെ ഞാൻ മദ്യപിച്ച് ലഹരിയിലായി ബോധമില്ലാതെ ഒന്നും ചെയ്തതൊന്നും അല്ല, അങ്ങ് തെറ്റിദ്ധരിച്ചതാണ്, അങ്ങനെയല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ പറയുകയാണ്, വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയം ഞാൻ പകരുകയായിരുന്നു. ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് മലയാളത്തിൽ, പകരുകയായിരുന്നു. ഒരു ബക്കറ്റിലെ വെള്ളം മറ്റൊരു ബക്കറ്റിലേക്ക് പകരപ്പെടും എന്ന് പറയുന്ന പോലെ ഉള്ളതിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് ഒഴിക്കുന്നതിനാണ്, അതുപോലെ അതിനാണ് പകരുക എന്ന് പറഞ്ഞാൽ, അതിലെടുത്ത് ഇങ്ങോട്ട് പകരാൻ പറയില്ലേ. അപ്പോൾ ഈ പ്രാർത്ഥന എങ്ങനെയാണ് നടത്തുന്നത്? ഇവളുടെ ഹൃദയത്തിൽ നിന്ന് അവളുടെ ആ വിഷമത്തെ ദൈവഹൃദയത്തിലേക്ക് പകർന്നു. എൻ്റെ സങ്കടം ഇതാണ്, എൻ്റെ വിഷമം ഇതാണ്. ഇപ്പോൾ എന്നെ പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കും ഈ വ്യക്തിയെപ്പോലൊന്ന് പ്രാർത്ഥിക്കുക. ഹന്നായെപ്പോലെ ഒത്തിരി സങ്കടമുള്ള ഒരവസ്ഥയിൽ, ദൈവമേ എൻ്റെ മനസ്സിതാണ്, എൻ്റെ സങ്കടം ഇതാണ്, എൻ്റെ അവസ്ഥ ഇത്, എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. നിങ്ങളും ഇതുപോലൊന്ന് ഹൃദയം നുറുങ്ങിയൊന്ന് പ്രാർത്ഥിക്കുക. അതിന് പ്രത്യേകിച്ച് പണച്ചെലവോ മറ്റൊന്നുമില്ല. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് നിങ്ങൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം ശ്രദ്ധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കാണാൻ ഒരു മലയും ചവിട്ടി പോകണ്ട.
ദൈവത്തെ കാണാൻ ഒരുപാട് പണം മുടക്കണ്ട. ഇരിക്കുന്ന കസേരയിൽ മനസ്സുകൊണ്ടൊന്ന് വിശ്വസിച്ച് ദൈവമേ എന്ന് വിളിച്ചാൽ മതി. ആ ദൈവം നിൻ്റെ അടുത്തേക്ക് വരും. അതാണ് ബൈബിൾ പറയുന്നത്. എൻ്റെ ജനം എന്നെ അന്വേഷിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെയെല്ലാം എൻ്റെ നാമം അനുസ്മരിക്കപ്പെടുന്നുവോ അവരുടെ അടുക്കലേക്ക് വന്ന് ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഒറ്റക്കാലെ നിന്ന് ഒരു വർഷം തപസ് ചെയ്യണ്ട. ആ ഇരിക്കുന്ന കസേരയിലിരുന്ന് ഹൃദയം നുറുങ്ങി ദൈവമേ എന്നൊന്ന് വിളിക്കാമോ? ആ ദൈവം ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരും. എഴുതിയിരിക്കുന്നു, എൻ്റെ ഹൃദയവേദനകൾ ഞാൻ എൻ്റെ ദൈവത്തോട് പകരുകയായിരുന്നു. ഞാനങ്ങനെ പകരുകയായിരുന്നു. എന്നിട്ട് 16-ാമത്തെ വാക്യം, എന്നിട്ട് വ്യക്തി പുരോഹിതനോട് പറഞ്ഞു, ഈ ദാസിയെ അതമ്പതിച്ച ഒരാളായിട്ട്, മദ്യപിക്കുന്ന ഒരാളായിട്ട്, ലഹരിക്കടിമപ്പെട്ട മത്തുപിടിച്ച് ആടി ഉലയുന്ന ഒരാളായിട്ട് എന്നെ കണക്കിലാക്കരുതേ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. എഴുതിയിരിക്കുന്ന വാക്കിൻ്റെ ഘടന നോക്കൂ. ആ വ്യക്തിയുടെ ജീവിത സാഹചര്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക് അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ സ്ഥലകാല ബോധമില്ലാതെ ഇങ്ങനെയൊക്കെ അറിയാതെ കരഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയത്. എൻ്റെ അകത്തെ ദുഃഖം കൊണ്ടാണ്. ശരിയാണ്, നമ്മളും ചില ദുഃഖങ്ങളുടെ ആധിക്യം, നമ്മുടെ സ്ഥലകാലങ്ങളും അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ മറന്നു പോകും. ചില സമയത്ത് പൊട്ടിത്തെറിച്ചു പോകും. പിന്നെ നമുക്ക് ദൈവം ഇങ്ങനെയൊക്കെയാണല്ലോ, ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് എന്ന് നമ്മൾ ചോദിക്കില്ലേ? ഞാൻ എൻ്റെ ആ വിഷമത്തിൻ്റെ പുറത്ത് എന്തൊക്കെയോ പറഞ്ഞു പോയതാണ് കേട്ടോ, നിങ്ങളതൊന്നും മനസ്സ് വെച്ചേക്കരുത്. അതുകൊണ്ട് ഈ വ്യക്തി പറയുകയാണ്, എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ്, എന്നെ അതമ്പതിച്ച ഒരാളായിട്ട് കാണരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അതിനുശേഷം 17-ാമത്തെ വാക്യം, അപ്പോൾ പുരോഹിതൻ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞു, നീ സമാധാനത്തോടെ പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ എന്ന് പറഞ്ഞു. അനുഗ്രഹിച്ചു. ഇതുപോലൊരു അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങൾക്കും തരട്ടെ. സമാധാനത്തോടെ ഇരിക്കുക, നിൻ്റെ പ്രാർത്ഥന ദൈവം സാധിച്ചു തരട്ടെ. ഒരു ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും കണ്ട് ഇതുപോലൊരു അനുഗ്രഹം തരട്ടെ. ദൈവം നിൻ്റെ അവസ്ഥ കണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ പ്രാർത്ഥന ദൈവം സാധിച്ചു തരട്ടെ. പുരോഹിതൻ അങ്ങനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞു. അവൾ പോയി ഭക്ഷണം കഴിച്ചു. എന്നിട്ട് എഴുതിയിരിക്കുകയാണ് ഒരു വാക്ക്, പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായി കണ്ടില്ല. പിന്നീട് ഒരിക്കലും. അതെന്ത് പ്രാർത്ഥനയാണ് അപ്പോൾ ഇന്നലെ വരെ പ്രാർത്ഥിച്ചത്? അത്രയും പ്രാർത്ഥിച്ചിട്ട് ആ വ്യക്തിയുടെ മാറ്റം കണ്ടോ? പിന്നീട് ഒരിക്കലും അവൾ ആ വിഷയത്തെ ഓർത്ത് അവൾ തളരുകയോ മുഖം മ്ലാനവതയായിരിക്കുകയോ ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച വിഷയത്തിന് ഒരിക്കലും ഇനി ദുഃഖിക്കാൻ ഇടവരില്ല. ആ വിഷയത്തെ ഓർത്ത് നിങ്ങൾ കരയാൻ ഇടവരില്ല. ആ പ്രാർത്ഥനാ നിയോഗത്തെ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല. നിങ്ങളുടെ മുഖം നിങ്ങളുടെ തല കുനിയേണ്ടി വരത്തില്ല. കാരണം നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. നിങ്ങളുടെ സങ്കടത്തെ ദൈവം കണ്ടിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുനീര് ദൈവം ഏറ്റെടുത്തിരിക്കുന്നു. ഇതിനകത്തൊരു കാര്യമുണ്ട്. ഹൃദയത്തെ, സങ്കടത്തെ ദൈവസന്നിധിയിൽ പകർന്നപ്പോൾ ആ സങ്കടത്തെ ഏറ്റെടുത്തൊരു ദൈവം, പ്രാർത്ഥനയ്ക്ക് വിലയിടുന്നൊരു ദൈവം, ആരാധനയ്ക്ക് വിലയിടുന്നൊരു ദൈവം, കണ്ണുനീരിന് വിലയിടുന്നൊരു ദൈവം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ദൈവവചനത്തിൽ നിങ്ങളോട് പറയുമ്പോൾ ഇതേപോലത്തെ അനുഭവത്തിലൂടെ ഹൃദയവേദന അനുഭവിക്കുന്നവരും മനോദുഃഖം അനുഭവിക്കുന്നവരും ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. നിങ്ങളുടെ മുഖം മ്ലാനമാകാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങളുടെ ശിരസ് കുനിഞ്ഞു പോകാൻ സമ്മതിക്കത്തില്ല. ഒരിക്കൽ കൂടി പറയാം, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന, ആരാധനയ്ക്ക് വിലയിടുന്ന, ഉപവാസത്തിന് വിലയിടുന്ന, കണ്ണുനീരിന് മറുപടി തരുന്ന ഒരു നല്ല ദൈവം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഈ ശബ്ദം നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ചെവികളിലും പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവത്തിൻ്റെ സ്വരം ശക്തമായി മുഴങ്ങാനിട വരട്ടെ. പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൽപ്പിക്കട്ടെ. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത്, അവൾ തിരിച്ചവളുടെ വീട്ടിലേക്ക് ചെന്നു. അതിനുശേഷം 20-ാമത്തെ വാക്യം, അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. എന്നിട്ട് അടുത്ത വാക്യം എഴുതിയിരിക്കുന്നതെന്നറിയോ? ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന പേരിട്ടു. സാമുവേൽ എന്ന പേരിട്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ അവനോട് കർത്താവിനോട്
ചോദിച്ചു വാങ്ങിയെന്ന്. അതൊരു നല്ല പദപ്രയോഗമാണല്ലോ. അപ്പോൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങാൻ പറ്റുമല്ലേ? പ്രാർത്ഥനയിൽ ചോദിച്ചു വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയിൽ ചോദിച്ചു വാങ്ങാൻ കഴിയും. അതൊരു പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതയാണ് ദൈവത്തോട്. അപ്പോൾ എങ്ങനെ ദൈവവചനം കേൾക്കണം? അപ്പനും മകളും എങ്ങനെയാണോ ഒരുമിച്ചിരിക്കുക, അതേ മനോഭാവത്തിൽ, ഒരു അപ്പനും മക്കളും എന്ന ഒരു മനോഭാവത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ചോദിച്ചു വാങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു ഭക്തൻ, ഒരു നല്ല പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞത്, എനിക്കെന്ത് വിഷയം വന്നാലും, എനിക്കെന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ ഉടനെ ഫോൺ എടുത്ത് മറ്റൊരാളെ വിളിക്കുകയല്ല ചെയ്യാറ്. ഞാനൊരു പ്രാർത്ഥിക്കുന്ന ഒരാളുടെ നമ്പർ സെർച്ച് ചെയ്ത് ഞാൻ നമ്പർ സേവ് ചെയ്ത് ഏത് പേരിലായിട്ടെ അത് അന്വേഷിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. എനിക്കങ്ങനെ ഒരു സഹിക്കാനാവാത്തൊരു സങ്കടമോ പരിഹരിക്കാനാവാത്തൊരു പ്രശ്നമോ എനിക്കുണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറി കതകടയ്ക്കും. എൻ്റെ കുടുംബത്തിലെ മറ്റാരോടും ഞാൻ പറയത്തില്ല, എനിക്ക് ഇച്ചിരി പ്രാർത്ഥിക്കാനുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ആ പായിൽ എൻ്റെ കരങ്ങൾ വിരിച്ചു പിടിച്ച് ആ ജനലും വാതിലും അടച്ച് എൻ്റെ സ്വരം പുറത്തു കേൾക്കത്തില്ല. ഞാൻ ഹൃദയം നുറുങ്ങി എൻ്റെ ദൈവത്തോട് ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം പരിഹാരം കൽപ്പിച്ചു തന്നിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അയാൾ പറയുന്നു, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് വിലയിടുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ ഭവനത്തിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലവും സാഹചര്യവും ഉണ്ടായിരിക്കട്ടെ. പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അപ്പുറത്തെ വീട്ടിൽ ചെന്ന് ഒരാളോടല്ല അത് പറയേണ്ടത്, അല്ല ഫോൺ വിളിച്ച ഒരാളോട് വെറുതെ ജസ്റ്റ് ഷെയർ ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ചെന്ന് നിങ്ങളുടെ ദൈവത്തോട് ഹൃദയം നുറുങ്ങി അത് പറയണം. ദൈവത്തോട് നിങ്ങൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. എന്ത് സംഭവിക്കും? ദൈവത്തോട് പ്രാർത്ഥനയിൽ ചോദിച്ചു വാങ്ങാൻ പറ്റും. ഈ പദപ്രയോഗം തന്നെ ചിന്തിപ്പിക്കുന്നതല്ലേ. പ്രാർത്ഥനയിൽ എങ്ങനെയാണ് ചോദിച്ചു വാങ്ങാൻ പറ്റുക? ഒരു മനുഷ്യനോടാണെങ്കിൽ 1000 രൂപ ചോദിച്ചു മേടിക്കാൻ പറ്റും. ഒരു കടയിൽ ചെന്ന് ഒരു സാധനമാണെങ്കിൽ ചോദിച്ചു വാങ്ങാൻ പറ്റും. അതേ രീതിയിലല്ലേ എഴുതിയിരിക്കുന്നത്. ആ സ്ത്രീ തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു, എൻ്റെ മകൻ, എനിക്ക് മക്കളില്ലായിരുന്നു, മക്കളില്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വേദനയും തിക്താനുഭവങ്ങളും കഷ്ടതയും ദുരിതവും വാക്കുകൾ കൊണ്ടുള്ള വേദനകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ സങ്കടത്തിലാണ് ഞാൻ ദേവാലയത്തിൽ ചെന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചത്. എന്തിനു പറയണം, ആ സ്ഥലത്തെ പുരോഹിതൻ പോലും എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഏതോ മദ്യപിച്ച് ലെക്ക് കെട്ടുവന്ന് ഏതാണ്ടൊക്കെയോ പുലമ്പുകയാണ് എന്നൊക്കെയാണ് പുരോഹിതൻ പോലും എൻ്റെ ആ സാഹചര്യത്തിൽ പറഞ്ഞത്. ഞാൻ അതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യത്തിൽ ചെന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു വാങ്ങി. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് ചോദിക്കലാണ്. ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് സാമുവേൽ എന്ന് പേരിട്ടു. അതിനുശേഷം അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞ് ദൈവത്തെ മറക്കുന്ന ഒരു ഹന്നായെ അല്ല കാണുന്നത്. ഞാൻ ഈ പ്രസംഗത്തിൻ്റെ ഹെഡിങ് പറഞ്ഞത് കാര്യം മറക്കരുത്. പ്രാർത്ഥനയ്ക്ക് വിലയിടുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്നും വെറുതെ പോവില്ല. ആരാധിച്ച ആരാധനയൊന്നും വെറുതെ പോകില്ല. പാടിയ പാട്ടുകളൊന്നും നഷ്ടമാകില്ല. പങ്കെടുത്ത വിശുദ്ധ കുർബാനയൊന്നും നഷ്ടമാകില്ല. ആ പങ്കെടുത്ത ആരാധനയും ചൊല്ലിയ ജപമാലയും ആ സമർപ്പണ പ്രാർത്ഥനയും എഴുതിയിട്ട നിയോഗത്തിൻ്റെ പേരിലുള്ള ഉപവാസവും ഇതെല്ലാം ദൈവം വിലയിടുന്നൊരു സമയമുണ്ട്. ഇതിനെല്ലാം ദൈവം വില കൽപ്പിക്കും. ഒരുപക്ഷെ നമ്മുടെ വീട്ടുകാർ വരെ നമ്മുടെ പ്രാർത്ഥനാരീതി കണ്ട് വില കൽപ്പിക്കാതെ ചിലപ്പോൾ കളിയാക്കി എന്നിരിക്കും. എപ്പോൾ നോക്കിയാലും പ്രാർത്ഥനയാണ്, എപ്പോഴും നിയോഗമാണ്, എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരൊന്നും അവരുടെ കണ്ണിൽ ഇതിന് വിലയുള്ളതായിട്ട് കണ്ടില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് വിലയിടുന്നുണ്ട്. നിൻ്റെ പ്രാർത്ഥനയ്ക്കൊരു വിലയുണ്ട്. ദൈവത്തിൻ്റെ വചനമാണ് ഇത് പറയുന്നത്. പിന്നെ 24-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത്, പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ്, കുറച്ച് നാളുകൾ കഴിഞ്ഞ്, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഈ അമ്മ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇതേ ദേവാലയത്തിൽ തിരിച്ചു ചെന്നു. ഏലി പുരോഹിതൻ്റെ അടുത്ത് ചെന്നു. 26-ാമത്തെ വാക്യം, പുരോഹിതൻ്റെ അവിടെ ചെന്നിട്ട് തന്നെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയാമോ? അതൊരു നല്ല വാക്കാണ്. എത്രയോ പേര് ദേവാലയത്തിൽ വന്നു പോകും, എല്ലാവരെയും ഒന്നും പുരോഹിതൻ ഓർത്തൊന്നും വരത്തില്ല. അതുകൊണ്ട് ഈ സ്ത്രീ കുഞ്ഞിനെയും കൊണ്ട് ദേവാലയത്തിൽ ചെന്നിട്ട് പറഞ്ഞ വാക്കെന്നാണെന്നറിയാമോ? അതാണ് 26-ാമത്തെ വാക്യം. അവൾ പറഞ്ഞു, ഗുരോ, ഇവിടെ അങ്ങയുടെ മുമ്പിൽ വന്ന്
പണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീയാണ് ഞാൻ. സ്വന്തം പരിചയപ്പെടുത്തുക. പണ്ട് വന്നപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞില്ലായിരുന്നോ? എന്നെ മദ്യപിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ലേ? ആ സ്ത്രീയാണ് ഞാൻ. 27-ാമത്തെ വാക്യം. എന്നിട്ട് ആ വാക്യം എഴുതിയിരിക്കുകയാണ്, ഈ കൊച്ചിന് വേണ്ടിയാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ചത്. തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ച് തൊട്ടുകൊണ്ട് അമ്മ പറയുകയാണ്, ഞാൻ ഈ കൊച്ചിന് വേണ്ടിയാണ് അന്ന് കണ്ണീരൊഴുക്കിയത്, അന്ന് ഇവിടെ വന്നത്, അന്ന് കരഞ്ഞത്, അന്ന് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ അമ്മ എങ്ങനെയാണ് ഈ കൊച്ചിനെ കണ്ടത്? ഇപ്പോൾ ഡയറക്റ്റായിട്ട് കണ്ടു. അന്ന് എങ്ങനെയാണ് കണ്ടത്? അത് വിശ്വാസത്തിൽ കണ്ടു. ഇനി പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. വിശ്വാസത്തിൽ കാണുന്നത് യാഥാർത്ഥ്യമായി ജീവിതത്തിൽ വരും. ഇന്നില്ലാത്തതാണ്, ഞാൻ വിശ്വാസത്തിലാണ് കാണുന്നത്. അത് യാഥാർത്ഥ്യമായി ദൈവം തിരിച്ചു തരും. അന്ന ദേവാലയത്തിൽ വന്ന് കരഞ്ഞപ്പോൾ ഇതുപോലൊരു കുഞ്ഞിനെ വിശ്വാസത്തിലാണ് കണ്ടത്. ഇന്നത് കയ്യിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട്. എന്നിട്ടാണ് പുരോഹിതർ പറയുന്നത്, ഈ കൊച്ചിന് വേണ്ടിയാണ്, കൃത്യം ഈ കുഞ്ഞിന് വേണ്ടിയാണ് അന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ഒരു വാക്യം, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. നിങ്ങൾക്കും പറയാനിടവരട്ടെ, ആരാധനയിലൊക്കെ പ്രവേശിക്കുമ്പോൾ ഇതുപോലൊന്ന് പ്രാർത്ഥിക്കണം. ഹൃദയം ദൈവസന്നിധിയിൽ പകരണം. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം. കേവലം ഒരു പാട്ട് പാടുന്നതിൻ്റെ കൂടെ പാടി പ്രാർത്ഥിച്ചതിൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു, അത് മാത്രം പോരാ. ഹൃദയം കൊണ്ട് പാടുകയും ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിങ്ങൾക്ക് മറുപടി തരും. എഴുതിയ കത്തിന് മറുപടി വരും. ഇതുപോലെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കും ദൈവസന്നിധിയിൽ നിന്ന് മറുപടി വരും. നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങാം. നമ്മുടെ മനസ്സും ശരീരവും എല്ലാം നമുക്ക് ഒരുക്കാം. പ്രാർത്ഥനയ്ക്കും